ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമേ ചോദിക്കാനുള്ളത്, നിങ്ങൾ സേഫ് ആണോ എന്നുള്ളതാണ്. കാരണം പല സ്ഥലങ്ങളിലും കാറ്റും മഴയൊക്കെ ശക്തമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ചില സ്ഥലത്ത് വെള്ളപ്പൊക്കം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് ബുദ്ധിമുട്ടിലാവുന്നത്. അതുപോലെ തന്നെ അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുക, വേണ്ടുന്ന മുൻകരുതലുകളൊക്കെ എടുക്കുക, സേഫായിട്ടിരിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതാണ്. ഈ ഒരു സമയം അവരുടെ ഒരു യഥാർത്ഥ ഉദ്ദേശം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ആദ്യമേ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻ്റെ ഒരു ഓവറോൾ എനർജിയാണ്. മെൻ്റൽ കോൺഫ്ലിക്റ്റ്, പേഷ്യൻസ്, കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ്, ബാലൻസ്, ഹോപ്പ്. അപ്പം നമ്മൾ നിലവിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് എന്ന് തന്നെ പറയാം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഭയങ്കരമായിട്ടുള്ളൊരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെടുക്കാൻ കഴിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു സ്റ്റക്കായിട്ട് നിന്നൊരു അവസ്ഥ ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഫൈറ്റിംഗ്, ആർഗ്യുമെൻറ്റ്സ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഈഗോ ക്ലാഷൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ മറ്റാരുടെയെങ്കിലും ഇടപെടലോ കാര്യങ്ങളോ ഇതിനൊന്നും കൂടി ഒരു വേഴ്സ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും. അതായത് ചോയ്സസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ആ ഒരു പേഷ്യൻസ് എനർജി നമ്മൾ എടുത്ത് കാണേണ്ടുന്ന ഒരു സംഗതിയാണ്. കാരണം നമ്മൾ ആ ഒരു വെയിറ്റ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സഹനശക്തി നമ്മൾ പറയുന്ന പോലെ അങ്ങേറ്റം നമ്മൾ ക്ഷമിക്കാവുന്നതിലപ്പുറം ക്ഷമിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലൂടെയൊക്കെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ എന്തിനു വേണ്ടിയാണോ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിലാണോ പ്രതീക്ഷിക്കുന്നത് ആ ഒരു കാര്യം നമുക്ക് അത്രയും വേണ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്തൊക്കെ സ്ട്രഗിൾസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള എനർജിയൊക്കെ നമുക്ക് ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാം. അപ്പോൾ അത് ഇന്നൊരു വ്യക്തിയുടേന്ന് കർക്കശമായിട്ട് പറയുന്നില്ല, കാരണം ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജീസ് ഉള്ളതാണ്. നിങ്ങളാവാം, പേഴ്സൺ ആവാം, ചിലപ്പോൾ രണ്ടുപേരിലും ഈ പറഞ്ഞ എനർജീസ് ഉണ്ടായെന്ന് വരാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്ട്രഗിളിംഗ് ഒക്കെ തീർച്ചയായിട്ടും ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ഈഗോ ക്ലാഷസും വളരെ കൂടുതലാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ചിലപ്പോൾ ഒരാൾ ഹൈലി ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും തീർച്ചയായിട്ടും വിട്ടുവീഴ്ചകളും കാര്യങ്ങളും ഇല്ലാതെ വരുന്നൊരവസ്ഥ, തെറ്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാലും ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാതെ ആ ഒരു തെറ്റിലൂടെ തന്നെ സഞ്ചരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും നമുക്കിവിടെ ഒരു ആശ്വാസമായിട്ട് കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഒരു ഹോപ്പ് എനർജിയാണ്. അതായത് ഇതിനകത്ത് ഒരു മാറ്റം ഉണ്ടാവും, ഈ ഒരു അവസ്ഥയിൽ നിന്നൊരു മാറ്റത്തിലേക്ക് കടക്കുന്നുള്ളൊരു പ്രതീക്ഷ ആർക്കൊക്കെ ഉണ്ട്. അതിനകത്താണ് ചിലപ്പോൾ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിന് വേണ്ടിയിട്ടായിരിക്കാം കാത്തിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണുമായിട്ടുള്ള ജേർണി ഒരിക്കലും മോശം ഒരവസ്ഥയിൽ യൂണിവേഴ്സ് കൊണ്ടെത്തിക്കില്ല എന്നുള്ള നിങ്ങളുടെ ആ ഒരു വിശ്വാസമായിരിക്കാം, ആ ഒരു ശുഭാപ്തി വിശ്വാസമായിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്താണെന്നുണ്ടെങ്കിലും ഒരു ഹാർമണിയിലേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു തീർത്തും മോശം സാഹചര്യത്തിൽ നിന്ന് കുറച്ചൊരു ബെറ്റർ പ്ലേസിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന, മാനസികമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു മാറ്റം കാണാൻ കഴിയുന്ന ഒരു സ്പ്രെഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ജേണിയിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ചില റിലേഷൻഷിപ്സ് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ എന്താണോ ഒരു വ്യക്തി അതിനെ ടോട്ടലി മാറ്റിമറിക്കുന്ന രീതിയിൽ
മാറിപ്പോവാറുണ്ട്. അതായത് ചിലപ്പോൾ അവരുടെ ഒരു ക്യാരക്ടറിൽ നല്ല ചേഞ്ച് ഉണ്ടാവാം. കുറച്ചൊരു കുട്ടിക്കളിയാക്കിയായിട്ട് നടന്ന പേഴ്സണാണെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം മെച്യൂറായിട്ട് മാറുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ ആസ്പെക്റ്റ് പല കാര്യങ്ങളെക്കുറിച്ചുള്ള വീക്ഷണം കംപ്ലീറ്റ്ലി മാറി മറിയുന്നൊരവസ്ഥ. പണ്ടെന്താണോ കണ്ടിരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ നോക്കി കണ്ടിരുന്നത് അതുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ ചില റിലേഷൻഷിപ്സൊക്കെ നമ്മുടെ ലൈഫിൽ കയറി വരുമ്പോൾ ഉണ്ടാകുന്നൊരു മാറ്റം. അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഒട്ടും ഒരു ക്ഷമിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാനോ ഒന്നും വയ്യാത്ത ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനൊന്നും ഒരു ക്ഷമ കിട്ടാത്ത ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ചില റിലേഷൻഷിപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ക്ഷമ എന്താണ് എന്നുള്ളത് ശരിക്കും പഠിക്കും. അപ്പോൾ അതായത് നമ്മൾ എന്താണോ ആ ഒരു രീതിയിൽ നിന്നുള്ളതിനെ ടോട്ടലി ഒരു ചേഞ്ച് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ആയിട്ട് പോലും ആയി മാറുന്നതായിട്ട് നമ്മൾ ചിലരെ കാണാറുണ്ട്. ഒരുപക്ഷെ ഈ ഒരു ജേണിയിലൂടെ പോയിട്ടുള്ളവർ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ പോയിട്ടുള്ളവർ അതിനൊക്കെയുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ഒരുപാട് കാര്യങ്ങൾ മാറി മറിയുന്ന ഒരവസ്ഥയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ക്യാമറ ഒന്ന് ഓഫായി പോയി. സോ ചിലപ്പോൾ കുറച്ച് പോർഷൻസ് മിസ്സായിട്ടുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇത്രയും സ്ട്രഗിൾസിലൂടെ കടന്നു പോയിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു പോസിറ്റീവ് വൈബ് എവിടെയൊക്കെയോ സൂക്ഷിക്കുന്ന വ്യക്തികളുടെ എനർജി ആണെന്നുള്ളത് നമുക്ക് കൺഫേം ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നുള്ളത് അറിയാൻ ശ്രമിക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. Ten of Pentacles, Five of Pentacles, Four of Swords, Six of Cups, Fool, Five of Swords, Eight of Swords, Queen of Swords, Knight of Wands, Four of Pentacles, Judgment, Death, Page of Wands, Eight of Wands, Page of Swords, Star, Five of Cups and Nine of Pentacles. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഈ പേഴ്സൺ ചില ഉറച്ച തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് കാണാം. അതായത് ഇപ്പോൾ നേരത്തെ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയോ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയോ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ നേരത്തെ എടുത്ത സ്പ്രെഡിനകത്ത് ഒരു കൺഫ്യൂസ്ഡ് എനർജി, ചോയ്സ് ഒക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ നമുക്ക് അതിനൊക്കെ ഒരു വ്യക്തത വന്നതായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ ഒരു മാനസിക നിലയിൽ അവരൊരു സ്ട്രോങ് ഡിസിഷനിലേക്ക് വന്നതായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ പറഞ്ഞാണ് നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ്, ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, പലരുടെയും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു അവസ്ഥയെ ഒന്നും കൂടി ഒരു മോശം സിറ്റുവേഷനിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടെത്തിച്ചിട്ടുണ്ടാകും. അപ്പോൾ ചിലവരൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആംഗിളിലേക്ക് വന്ന് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പേഴ്സണ് നല്ലൊരു സ്ട്രോങ് റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം. അതുകൊണ്ട് തന്നെയാണ് അവർക്കൊരു സ്ട്രോങ് ഡിസിഷനിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാകുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് മുൻപ് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട്. അതായത് സ്വയം അനുഭവിച്ചു കഴിയുമ്പോഴായിരിക്കും അവർക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടാകുന്നത്. പക്ഷേ ആരെങ്കിലും ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യേണ്ട തെറ്റാണ്, അല്ലെങ്കിൽ അവരെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും സ്വയം അനുഭവം വന്നു കഴിയുമ്പോൾ മാത്രം റിയലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ
അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു പാറ്റേണിലൂടെ ഇപ്പോൾ കടന്നു പോകേണ്ടുന്ന ഒരു അവസ്ഥയായിരിക്കാം. ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണിയിലൂടെയൊക്കെ ചിലപ്പോൾ പോകുന്ന ഒരു വ്യക്തിയായിരിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റെന്തോ കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ വളരെ സ്റ്റണ്ടായിട്ടുണ്ടായിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്നത്, ചിലപ്പോൾ നിങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കൊണ്ടിരുന്നതൊക്കെ അവരുടെ ഒരു പ്രയോറിറ്റിയും കാര്യങ്ങളും മറ്റൊരു കാര്യത്തിന് കൊടുത്തത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അതിനകത്തായിരിക്കാം കൂടുതലൊരു ഫോക്കസ് അവർ അവരുടെ ലൈഫിൽ കൊടുത്തിരുന്നത് ആ ഒരു സമയത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങളിൽ നിന്നൊന്ന് പിന്തിരിഞ്ഞു പോയതുകൊണ്ടോ, അല്ലെങ്കിൽ വലിയൊരു പ്രയോറിറ്റി തരാതെ വേറൊരു കാര്യത്തിലേക്ക് പോയതുകൊണ്ടോ അവർക്ക് ജീവിതത്തിൽ ഒന്നും നേടാനായിട്ടില്ല എന്നീ പേഴ്സണ് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ പേർക്കും ചിലപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കും ഇപ്പോൾ ഉള്ളത്. അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ പോയിട്ട് നിങ്ങൾ തമ്മിൽ ആ ഒരു സെപ്പറേഷൻ ഫേസിലോ അല്ലാന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. ഒരുപക്ഷെ അങ്ങനെയുള്ളവർക്കായിരിക്കാം കൂടുതൽ റെസനേറ്റ് ആവുന്നത്. ഇനിയിപ്പോൾ അഥവാ ഓൺ ആൻഡ് ഓഫായിട്ട് കോൺടാക്റ്റിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ തന്നെ ഇടയ്ക്കും തലക്കുമൊക്കെ ഒരു കോൺടാക്റ്റും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാലും പിന്നെയും വഴക്കിലേക്ക് പോകുന്നൊരവസ്ഥ, നിങ്ങൾ തമ്മിൽ ഒന്ന് സംസാരിച്ച് വരുമ്പോൾ തന്നെ വീണ്ടും കാര്യങ്ങൾ കൈവിട്ട് പോകുന്നൊരു പ്രതീതിയൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. ചിലവർ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളെക്കാൾ കൂടുതലൊരു പ്രയോറിറ്റി സപ്പോർട്ട് കൊടുത്തത് ഫാമിലി അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട്, അതുപോലെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടായിരിക്കാം. ചിലവരെങ്കിലും ചിലപ്പോൾ ഒരു സൊസൈറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെ കൂടി മുൻനിർത്തി പോയിട്ടുള്ള വ്യക്തികളുണ്ടാകും. പക്ഷേ എവിടെയാണോ അവർ കൂടുതൽ ഫോക്കസ് കൊടുത്തത്, ഏത് തട്ടിനാണോ അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്, അവിടെ അവർക്ക് വിഷമിക്കേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ അവിടെ അവർ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് കൂടുതലായിട്ടും നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും കഴിഞ്ഞിട്ടുള്ളത്. നമുക്കൊരു വീഴ്ച പറ്റുമ്പോഴാണ് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുക, അതുവരെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ ഒരവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അവരൊരു ട്രാൻസ്ഫർമേഷൻ ജേണിയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ തെറ്റില്ല. ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതൊക്കെ ആ ഒരു ജേണിയിലായിരിക്കും. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യും, നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആലോചിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഈ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ ഒരു സിറ്റുവേഷനിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അവർക്കൊരു ഉറച്ച തീരുമാനം എടുക്കാനൊക്കെ സാധിക്കുന്നത്. നേരത്തെ ഒരു തീരുമാനം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ചോയ്സ് ഉണ്ടാകുമ്പോൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, നിങ്ങളെ ചിലപ്പോൾ ഒന്ന് വേർതിരിച്ച് കാണുന്ന ഒരവസ്ഥ ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിറ്റിയൊക്കെ അവർക്ക് അറിയാമായിരിക്കാം, സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതുമൊക്കെ അറിയാമായിരിക്കാം. പക്ഷെ സാഹചര്യം വരുമ്പോൾ എൻ്റെ ഞാൻ വിചാരിക്കുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കണം പ്രയോറിറ്റി എന്നുള്ളൊരു ചിന്താഗതിയിലേക്കൊക്കെ പോയിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ അവർ ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നു, അവരുടെ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ അവർ അവരുടെ ലൈഫിലൂടെ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ എവിടെയാണോ അവർ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത് ആ ഒരു സ്ഥലത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വിചാരിച്ച പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് അവർക്ക് അനുഭവങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകുന്നത്. അപ്പോൾ അത് തന്നെ അവരെ ഒരുപാട് മാറ്റിമറിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ ഒന്ന് ഇരുത്തി ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു പാസ്റ്റ് മെമ്മറീസ്, ആ ഒരു നൊസ്റ്റാൾജിക് മെമ്മറീസിനൊക്കെ ശേഷം ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ യാതൊരു ബന്ധനങ്ങളും ഇല്ലാതെ നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ട് അവർ അത്രയേറെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും അവർക്കറിയാം ഇതിനകത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പിന്നാലെ അവർ വന്നു കഴിഞ്ഞാൽ അവരെ വെട്ടി വീഴ്ത്താൻ പറ്റിയ ആൾക്കാർ പുറകെ തന്നെ ഉണ്ടെന്നുള്ളത് ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും അറിയാം. അതായത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ തടസ്സങ്ങളുണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്ട്രഗിളായിട്ട് വരുന്ന ആൾക്കാരുണ്ടെന്നുള്ളത് ഈ ഒരു പേഴ്സണ് ഉത്തമ ബോധ്യമുള്ളൊരു കാര്യമാണ്. അതവർക്ക് അറിയാഞ്ഞിട്ടല്ല, തീർച്ചയായിട്ടും അറിയാം. ഒരു പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കാം അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നൊന്ന് പിന്മാറി നിന്നിട്ടുണ്ടായിരിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം അവരൊരു സ്റ്റക്കാവുന്നൊരവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ അറിയാം അവർ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൂടുതലൊരു ഊർജ്ജത്തോടു കൂടി വരികയാണെന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നുള്ളൊരു തടസ്സം ഉണ്ടാവും, അല്ലെങ്കിൽ അവരെ വാച്ച് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടായെന്ന് വരാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളത് ഈ ഒരു പേഴ്സൺ തന്നെ നല്ലൊരു ഷുവർട്ടി ഉണ്ട്. അപ്പോൾ ഒരു പക്ഷേ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളിൽ നിന്ന് അവർക്ക് പിൻവാങ്ങി നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില റിലേഷൻഷിപ്പിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ബോണ്ടിങ് ആയിരിക്കും, ചിലപ്പോൾ സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവാം, ചിലപ്പോൾ മാരേജിലേക്ക് വരെ എത്തേണ്ടുന്ന റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കാം. പക്ഷേ പെട്ടെന്ന് ആ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് ഒരു പക്ഷേ ഫാമിലി ആയിരിക്കാം, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ തടസ്സമായിട്ട് കയറി വരാറുണ്ട്.
അപ്പം അങ്ങനെയുള്ളൊരു എൻട്രിയൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതിനകത്തുള്ള ഒരു വ്യക്തി അതുവരെ പറഞ്ഞ കാര്യമേ ആയിരിക്കില്ല പിന്നെ പറയാൻ പോകുന്നത്. ചിലപ്പോൾ ലൈഫ് ലോങ് കൂടെ ഉണ്ടാവുമെന്നും എന്തൊക്കെ തടസ്സം വന്നു കഴിഞ്ഞാലും കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയുന്ന പേഴ്സൺ ഇങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ കയറി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അവരുടെ കാഴ്ചപ്പാടുകൾ മാറാം. അതുവരെ പറഞ്ഞിരുന്ന വാക്കുകൾക്ക് മാറ്റം വരാം. അല്ലെങ്കിൽ അവർ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് വരാം. അങ്ങനെ 100,000 പ്രശ്നങ്ങൾ ചിലപ്പോൾ അതിനിടയിൽ കയറി വന്നു എന്ന് വരാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ ഇതൊന്നും അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റണമെന്നില്ല. കാരണം ഇവരാദ്യമൊന്നും അങ്ങനെ ആയിരിക്കില്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഈ കയറി വരുന്ന പേഴ്സണ് ഇവരുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഹോൾഡുള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ആംഗിളിൽ നിന്നായിരിക്കും കൂടുതൽ ചിന്തിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്കായിരിക്കും പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ളൊരു പേഴ്സണും വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അവർ സെക്കൻഡറി ആയിട്ട് കരുതും. അല്ലെങ്കിൽ മനഃപൂർവ്വം അവർ കണ്ടില്ല എന്ന് നടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു പേഴ്സണും അങ്ങനെ ആയിരിക്കാം. കാരണം ഇവരുടെ ഒരു എനർജിയിൽ പോലും നമുക്ക് കാണാം തീർച്ചയായിട്ടും തടസ്സമായിട്ട് വേറെ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അവർ വീണ്ടും ഇതിനകത്തേക്ക് കൂടുതൽ എനർജി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം എന്നുള്ളത് ഈ ഒരു പേഴ്സൺ നല്ലതുപോലെ അറിയാം. അത് ചിലപ്പോൾ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ അംഗീകരിച്ചിട്ടുണ്ടാവണമെന്നില്ല. നമ്മൾ ഓൾറെഡി കണ്ടതാണ് കോൺഫ്ലിക്റ്റ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന വ്യക്തി തടസ്സമാണ്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ തേർഡ് പാർട്ടി ഇന്ന വ്യക്തിയാണെന്ന് അറിയാമെങ്കിൽ ഈ ഒരു പേഴ്സണാണ് തടസ്സം നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഇവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഫുള്ളി നിങ്ങളെ ആയിരിക്കാം ബ്ലെയിം ചെയ്തിട്ടുള്ളത്. ആ ഒരു പേഴ്സണോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമോ ഒക്കെ ബെറ്റർ ആണെന്ന് ചിലപ്പോൾ പറഞ്ഞു എന്ന് വരാം. പക്ഷേ ഇപ്പോൾ അവർ സെൽഫ് റിയലൈസ് ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തിക്ക് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ വേണ്ടത് അതാണ്, ആ ഒരു സ്വയം തിരിച്ചറിവ്. ചില കാര്യങ്ങളിലൂടെ അവർ കടന്നു പോയപ്പോൾ അവരതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ്. കറൻലി ഈ ഒരു പേഴ്സൺ അവരുടെ മനസ്സിൻ്റെ യുക്തിക്കനുസരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അവർക്ക് സത്യമായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കണം എന്നുള്ള ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അവർ തീർച്ചയായിട്ടും ആ ഒരു ഹോണസ്റ്റിക്ക് ഒരു വില കൊടുക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ വളരെ ജെന്യൂൻ ആയിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ന് അവർക്കറിയാവുന്ന ഒരു സംഗതി ആയിരിക്കാം. കാരണം നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ വളരെ ഡെഡിക്കേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു പേഴ്സണാണ് എന്നുള്ളൊരു ബോധം അവർക്ക് ചിലപ്പോൾ ഇപ്പോൾ ഉണ്ടായതായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെ അവർ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സത്യത്തിന് വേണ്ടി നിലകൊള്ളണം. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും അതിനെ അതിജീവിക്കണം എന്നുള്ള ആ ഒരു എനർജി നമുക്ക് തീർച്ചയായിട്ടും കാണാം. അതുപോലെ തന്നെ നിങ്ങളെ ഒരിക്കലും കൈവിട്ട് കളയരുത്. ഈ ഒരു റിലേഷൻഷിപ്പ് ചേർത്ത് പിടിക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് ഈ പേഴ്സണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഈ ഒരു ജഡ്ജ്മെൻറ്റ് എനർജി എന്ന് പറയുന്നതിന് ഏറ്റവും വലിയൊരു തെളിവാണ്. കാരണം അവർക്ക് പല കാര്യങ്ങളും പാസ്റ്റിൽ നിന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു പാഠം അവർ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് അവർക്കിപ്പോൾ അവരെ സ്വയം വിലയിരുത്താനും അവരുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ നേരത്തെ പല സ്ഥലത്തു നിന്നും ഒരു ബ്രെയിൻ വാഷ് അനുഭവിച്ചിട്ടുണ്ടാവാം. പലരും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻ്റർഫിയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർ പറയുന്ന കേൾക്കുക. ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് നിങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടെങ്കിൽ പോലും വേറെ ആൾക്കാർ പലതും പറഞ്ഞു വരുമ്പോഴത്തേക്കും അതിന് കൂടുതലൊരു പ്രാധാന്യം കൊടുക്കുക. അങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഈ ഒരു പേഴ്സണ് നമ്മൾ പറഞ്ഞതുപോലെ ഒരു ക്ലിയർ പിക്ചറുണ്ട്. അവർക്കെല്ലാം വ്യക്തമായിട്ട് കാണാനും മനസ്സിലാക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഇത് വീണ്ടും ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യാനോ ആൾക്കാരുണ്ടാവും എന്ന് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ളത് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് മുൻപ് ഈ റിലേഷൻഷിപ്പിൽ എന്താണോ സംഭവിച്ചിരുന്നത് അല്ലെങ്കിൽ എത്രയൊക്കെ ബുദ്ധിമുട്ടിലൂടെയാണോ പോയിരുന്നത് അതിനി ഇതിനകത്ത് ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ ആ ഒരു കഴിഞ്ഞു പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും ഒരു ടഫസ്റ്റ് സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ച കാര്യങ്ങൾ എന്താണോ അതിനി ഉണ്ടാവാൻ പാടില്ല. അതിനൊരു ടോട്ടൽ ചേഞ്ച് ഉണ്ടാവണം എന്നുള്ള ഒരു ഇൻറ്റൻഷൻ നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാം. അതായത് ആ ഒരു പേഴ്സൺ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായിരുന്നു പോരായ്മ അല്ലെങ്കിൽ അവരുടെ പോരായ്മ എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ എല്ലാം അവരിപ്പോൾ നന്നായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ വേണ്ട, ഇതിനകത്ത് മൊത്തത്തിലൊരു ട്രാൻസ്ഫർമേഷൻ വേണം എന്നുള്ള ഒരു ചിന്താഗതിയാണ്. ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻസാണ്, ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എനർജീസാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാൻ അല്ലെങ്കിൽ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ്. നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഉറച്ച ഡിസിഷൻ എടുത്തിട്ടുള്ള പേഴ്സണാണ്. നിങ്ങളെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ഇനി ഇതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യാൻ മറ്റു വ്യക്തികൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും ഒക്കെയുള്ളൊരു തീരുമാനവും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നല്ലതുപോലെ കാണാം. നമ്മൾ സിറ്റുവേഷൻ ശരിക്കും സ്റ്റഡി ചെയ്യുക എന്ന് പറയുന്നത് പോലെ എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഹോപ്പ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു സ്പ്രെഡ് എടുത്തപ്പോൾ അവിടെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു എനർജി തന്നെയാണ് ഇവിടെ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. കാരണം അവർ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളും ഈ പറഞ്ഞൊരു
ഹോപ്പ് എനർജിയിൽ തന്നെ ആയിരിക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിൽ അവർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് ഫ്യൂച്ചർ ഉണ്ടാവും എന്നുള്ള ഒരു ചിന്താഗതിയിൽ പോകുന്ന ഒരു പേഴ്സണാണ്. ഇപ്പോൾ ഇതിന് കുറച്ചൊരു മോശം അവസ്ഥയിലൂടെ ആയിരിക്കാം ചിലപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളത്. പക്ഷെ തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം വരും. അല്ലെങ്കിൽ ഞാൻ ഇന്ന ഡിസിഷൻ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും, ലൈഫിൽ ചേർത്ത് നിർത്താനായിട്ട് സാധിക്കും എന്നുള്ള അവരുടെ ആ ഒരു വിശ്വാസമാണ് അവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു ലോസ് ഫീലിംഗ് തോന്നുന്നുണ്ട്. ആ ഒരു ലോസ് ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു അകൽച്ചയായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ഒരു വാക്ക് തർക്കങ്ങൾ, മനസ്സമാധാനം കളയുന്ന രീതിയിലുള്ള പ്രവർത്തികളൊക്കെ പരസ്പരം ഉണ്ടായിട്ടുണ്ടാവാം. അതൊന്നും വേണ്ടിയില്ലായിരുന്നു എന്നുള്ള ഒരു തോന്നലാണ്. അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളിൽ റിഗ്രറ്റ് ഉണ്ടാവാറുണ്ട്. ഞാനിങ്ങനെ പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിട്ട് പോയിരുന്നേനെ, അല്ലെങ്കിൽ അന്ന് ഞാൻ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെയുള്ള ഒരു തോട്ട്സ് നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥ നമുക്ക് തീർച്ചയായിട്ടും ഇവരിൽ കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അവർക്ക് തന്നെ അത് ഓർക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ ചില സമയത്ത് അസ്ഥാനത്തായിരുന്നു എന്നുള്ള ഒരു തോന്നലും കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിവിടെ കാണേണ്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഇതിനു മുൻപ് പലരുടെയും വാക്കുകൾ ഗൗനിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിലും വേറെ പലരും കയറി വരിക, അഭിപ്രായം പറയുക, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ അത് വിശ്വസിക്കുന്ന ഒരവസ്ഥ വരിക, മാത്രമല്ല മറ്റു പലർക്കും ഇമ്പോർട്ടൻസ് കൊടുത്തു പോകുന്ന ഒരവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് പാടില്ല, അതാണ് എൻ്റെ റിലേഷൻഷിപ്പിനെ കൂടുതൽ മോശമാക്കിയെന്നുള്ളൊരു തിരിച്ചറിവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ നമ്മൾ കാണണം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്, അവിടെ ഒരു ഇൻഡിപെൻഡൻ്റ് എനർജി തന്നെയാണ് അവിടെയും വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഒരു കെട്ടുപാടും ഇല്ലാതെ സ്വാതന്ത്ര്യത്തോടു കൂടി വരാനാണ്. അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല റിയലൈസേഷൻ തന്നെയാണെന്ന് പറയാം. കാരണം റിലേഷൻഷിപ്പിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരുണ്ട്, തെറ്റായ വഴിയിലൂടെ പോയിട്ട് പിന്നീട് തിരിച്ചു വരുന്ന വ്യക്തികളുണ്ട്. പക്ഷേ എവിടെയാണ് തെറ്റുണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇന്ന വ്യക്തികളാണ് എൻ്റെ ലൈഫിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നത്, സോ ഞാൻ ഇനി അത് സൂക്ഷിക്കും, അല്ലെങ്കിൽ ഇനി ആ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു നിയന്ത്രണം ഉണ്ടാവും എന്ന് സ്വയം മനസ്സിലാക്കുന്ന ഒരു പേഴ്സൺ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു ഹൈലി പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. കാരണം എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. ചിലവർ ഈ പറഞ്ഞ പോലെ ഒരു അകൽച്ചയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ശേഷം തിരികെ വരുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അങ്ങനെ തിരികെ വന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. കാരണം അവർ എന്തുകൊണ്ടാണ് ആ ഒരു അകൽച്ച ഉണ്ടായതെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഒരു സ്നേഹം കൊണ്ട്, അല്ലെങ്കിൽ ചില സമയത്ത് തോന്നുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യം കൊണ്ടൊക്കെ ഓടി വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ വീണ്ടും ആ ഒരു പഴയ പ്രശ്നം എന്താണോ, ഒരു മൂലകാരണം നമ്മൾ പറയുന്ന പോലെ അത് അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. അത് പിന്നെയും പിന്നെ ഇതിനകത്ത് തലപൊക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു യഥാർത്ഥ പോയിന്റ് എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി, അത് മനസ്സിലാക്കുക മാത്രമല്ല അത് ഇനി ഒഴിവാക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവരെ കുറച്ചും കൂടി ഒന്ന് ഒരു നെക്സ്റ്റ് ലെവലിൽ നിൽക്കുന്ന പേഴ്സൺസ് ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെയുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടിയിട്ടുള്ള ഒരു പേഴ്സണെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ടുള്ള സോഡിക് സൈൻസ് ഏരീസ്, സ്കോർപിയോ ആൻഡ് അക്വേറിയസ്, ഇനി അതുപോലെ കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പർ 17, നമ്പർ 20 ആൻഡ് നമ്പർ 13. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് യൂണിവേഴ്സിനോട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.